റവ കൊണ്ട് എങ്ങനെ അവലൂസ് പൊടി ഉണ്ടാക്കാം എന്നതാണ് ഞാൻ ഇന്നിടുന്ന വീഡിയോ. അപ്പം നമ്മൾ അരി കൊണ്ട് അവലൂസ് പൊടി ഉണ്ടാക്കും, അതുപോലെ റവ കൊണ്ട് എങ്ങനെ അവലൂസ് പൊടി ഉണ്ടാക്കാം എന്നതാണ്. ആദ്യം റവ എടുക്കുക. 1 കിലോ റവ എടുത്തിട്ട് 1 കിലോ അതുപോലെ ശർക്കരയും കൂടെ ഇടണം, എങ്കിലേ മധുരം കിട്ടുള്ളൂ. 1 കിലോ ഇട്ടില്ലെങ്കിലും 3/4 കിലോയെങ്കിലും ഇടണമെങ്കിലേ കൊള്ളാവൂ. അപ്പോൾ നല്ലവണ്ണം ഇതൊരു ബ്രൗൺ കളർ, അതായത് ബ്രൗൺ അല്ല, ഒരു ഗോൾഡൻ കളർ വരെ ആവുന്ന വിധം വറുത്തെടുക്കണം. നല്ലതുപോലെ ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഓക്കേ. പിന്നെ ഇനി തേങ്ങ വറുക്കണം. ഒരു തേങ്ങയാണ് ഞാൻ എടുത്തേക്കണത്. അത് നല്ലപോലെ അതും ഗോൾഡൻ കളറ് നല്ലവണ്ണം ഒന്ന് മൂത്ത് വരണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് ചീത്തയായി പോകും, തേങ്ങയുടെ ഒരു ചവ വരും. അതിനേക്കാളും നല്ലതായിട്ട് ഒന്ന് നേരെയാക്കി എടുക്കണം. ഇത് ഒരുപാട് റവയായിട്ട് എടുത്തേക്കുന്നത്, 2 കിലോ വരെ ഉണ്ട്. ഇത് കാരണം എൻ്റെ ഹസ്ബൻഡ് തിരിച്ച് റിയാദിലേക്ക് പോവുകയാണ്, അപ്പം കൊടുത്തു വിടാനാണ്. ശർക്കര ഞാൻ കണ്ടല്ലോ, ഞാൻ ഉരുക്കിയാണ് എടുക്കുന്നത് ശർക്കര. അതിലെ പൊടിയും എല്ലാം അരിച്ച് എല്ലാം മാറ്റിയിട്ടാണ് എടുക്കുന്നത്. അങ്ങനെ ശർക്കര ഉരുക്കിയെടുക്കും, എന്നിട്ട് അരിച്ചെടുക്കും. ഓക്കെ, ഉരുക്കി വച്ചിട്ടുണ്ട്, റവ എടുത്തിട്ടുണ്ട്, തേങ്ങ വറുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഏകദേശം പരുവമായി തേങ്ങ. അപ്പോൾ ഇനി ഇതിനെ അണച്ചു വയ്ക്കാം. ഇനി ചുക്കും ഏലക്കായും കൂടെ എടുത്തിട്ട് പൊടിച്ചെടുക്കണം. ചുക്കും ഏലക്കായും ഇത് ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. ഇത് എനിക്ക് തെരളിയും കൂടെ ഉണ്ടാക്കാൻ വേണ്ടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് പൊടിച്ചിട്ട് ഇതിന് ആവശ്യമുള്ള ചുക്കും ഏലക്കായും ഒരു 2-3 സ്പൂണ്, 3, 4, 5 ഇടാം, ടേസ്റ്റ് കിട്ടും, നല്ല മണവും കിട്ടും. അപ്പോൾ 5 സ്പൂണ് ഏലക്കായും അതും കൂടെ ഉള്ളത് ചുക്കും കൂടെ ഇട്ട് അത് പൊടിച്ചതിന് ശേഷം അതിൽ തട്ടുക ശർക്കരയിൽ. പിന്നെ റവ പൊടിച്ചു തുടങ്ങി, ചെറുതായിട്ടൊന്ന് പൊടിയണം, അത്രേ ഉള്ളൂ. ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കുക, ഇല്ലെങ്കിൽ ആ തരി അങ്ങനെ തന്നെ ഇരിക്കും. ഞാനിത് ഉരുട്ടാൻ പറ്റുമെന്ന് നോക്കാനാണ് ഞാൻ മാക്സിമം എനിക്ക് ഉരുട്ടാതെ കൊടുക്കുന്നതിന് ഇഷ്ടം. ഉരുട്ടിക്കഴിഞ്ഞാൽ കല്ല് പോലെ ഇരിക്കും, ചവച്ച് തിന്നാൻ പാടായിരിക്കും അവർക്കപ്പോൾ എളുപ്പമാണ് പൊടിയായാൽ. അപ്പോൾ അങ്ങനെ ഞാൻ പൊടിച്ചതിലിട്ടു, അതെല്ലാം കൂടെ ഇളക്കി റെഡിയാക്കി. തേങ്ങയും പൊടിച്ചു, എല്ലാം കൂടെ ഇട്ടൊന്ന് മിക്സ് ചെയ്യുക. ശർക്കര ഉരുക്കി ഒഴിച്ചെടുത്ത് ഇളക്കി എടുക്കുമ്പോഴേക്കും അതിൽ കട്ടയായിട്ടുണ്ടെങ്കിൽ കട്ടയായിട്ട് കിടന്നോട്ടെ, കട്ടയും പൊടിച്ച് വേണമെങ്കിൽ എടുക്കാം, അങ്ങനെ എടുക്കാം. ഇതിപ്പോൾ തേങ്ങ പൊടിച്ചതാണ്, എന്നിട്ട് അതിൽ കൂടെ ഇടുന്നു. ഓക്കെ, എന്നിട്ട് എല്ലാം കൂടെ ഇട്ട് ഇളക്കി അതിൽ കശുവണ്ടിയും കൂടെ ഇട്ട് ഇളക്കി കഴിഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ളൊരു വിഭവമാണിത്. ചായയുടെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. അതുപോലെ എൻ്റെ ഈ വീഡിയോ വാച്ച് ചെയ്യുന്ന എല്ലാവർക്കും നന്ദിയുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഓക്കെ, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ഇടണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.